നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അടുത്ത കാലത്ത് ഇറങ്ങിയത് ആളുകൾക്ക് ഇറിറ്റേറ്റിംഗ് ആയ ചില പ്രത്യേക സീനുകളുള്ള സിനിമകളാണ്. ലിസ്റ്റിലായിട്ടേത് പവി കെയർടേക്കർ എന്ന സിനിമയും. ഈ ഒരു സിനിമയിൽ ചില കോമഡി സീനുകളുണ്ട്. ഇതൊരു പരിധി വരെ ഈ ഒരു സിനിമ എയർലാവാൻ ഫ്ലോപ്പ് ആവാനും കാരണമാണ്. പേരെന്താ? പവിത്ര. പവിത്ര. മോടെ ചെറുക്കൻ്റെ അവിടുന്ന് കുറച്ച് ആൾക്കാർ വീട്ടിലോട്ട് വരുന്നുണ്ട് വയറ് കാണാൻ. ഈ വയറ് കാണാനോ? ആഹാ, ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? വയറ് കാണാൻ വേണ്ടി വീട്ടിൽ കയറി വരാന്ന് പറഞ്ഞു. പിന്നെ ഒരു ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ ഇട്ട് കൊടുത്താ പോരെ? നമ്മൾ ഇതിന്റെ സ്റ്റോറി നോക്കിയാൽ അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റോറി ഒന്നുമില്ല. ഒരു നോർമൽ കോമഡി പടമാണ്. ഈ പവി എന്ന ക്യാരക്ടർ ഒരു ഫ്ലാറ്റിലെ കെയർടേക്കറാണ്. മാത്രവുമല്ല ആ ഒരു സെയിം ഫ്ലാറ്റിൽ വാച്ച്മാൻ ആയി ജോലി ചെയ്യും. നല്ല ആക്റ്റീവ് ആണെങ്കിലും ആ ഒരു ഫ്ലാറ്റിൽ വെറുതെ പ്രശ്നമുണ്ടാക്കുന്നത് പവിയുടെ ഒരു സ്ഥിരം ഹോബിയാണ്. എനിക്ക് ഇവിടെ ഇറങ്ങണ്ടേ? അങ്ങനെ ഇപ്പൊ ഇവിടെ ഇറങ്ങണ്ട. ഇത് വേണം. ഇതൊക്കെ കെട്ടിപ്പറക്കി ഞാൻ ഇവിടെ കൊണ്ട് കൊടുക്കണോ? ഞാൻ ഇവിടുത്തെ കെയർ ടേക്കറാണ്. ഐ ഡോണ്ട് കെയർ. ബൈ. സോറി, വെല്ലെടുക്കാൻ മറന്നു. ഒന്നും പറയണ്ട. Yes. No. You scoundrel. This is not the place. നിന്റെ കളിക്ക് പറ്റിയ സ്ഥലമല്ല. ഒരു ദിവസം ഫ്ലാറ്റിൽ മരപ്പട്ടി കയറിയിരിക്കുന്നു. പിന്നീട് അങ്ങോട്ട് മൊത്തത്തിൽ ഒരു ടോം ആൻഡ് ജെറി കോമഡിയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു സിനിമ പഴയ ടൈമിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഉറപ്പായും ഹിറ്റായ ആ ഒരു പഴയ ട്രാക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ പഴയ കോമഡികൾ നിലവിൽ അങ്ങനെ ഏൽക്കുന്നില്ല. നിലവിലിറങ്ങിയ ദിലീപിന്റെ പടങ്ങൾ ഫ്ലോപ്പ് ആവാൻ ഇതും ഒരു മെയിൻ റീസൺ ആണ്. പല ഫ്ലോപ്പുകൾക്ക് ശേഷം നിലവിൽ ദിലീപ് ചെറിയ രീതിയിൽ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പവി ക്യാരക്ടർ താമസിക്കുന്ന റൂമിന് മര്യാദയ്ക്ക് റെന്റ് കൊടുക്കുന്നില്ല. അപ്പോൾ ഓണർ പറയും, ഇന്ന് മുതൽ നിന്റെ റൂം ഷെയർ ചെയ്യണമെന്ന്. പുതിയ റൂംമേറ്റ് വരും. പിന്നീട് കാണിക്കുന്ന സീൻ നമ്മുടെ മിസ്റ്റർ ബീൻ കാർട്ടൂണിൽ മിസ്റ്റർ ബീന്റെ പഴയ ക്ലാസ്മേറ്റ് നമ്മുടെ മിസ്റ്റർ ബീനെ കാണാൻ വരുന്ന ഒരു എപ്പിസോഡ് ഉണ്ട്. മിസ്റ്റർ ബീന് പക്ഷേ ഈ ഒരു ക്യാരക്ടർ അത്ര ഇഷ്ടമല്ല. ഫ്രണ്ട് കാണാതെ ഫ്രണ്ടിന്റെ ബ്രഷ് എടുത്ത് ക്ലോസറ്റ് വരെ കഴുകിയാണ് മിസ്റ്റർ ബീൻ വെക്കുന്നത്. അപ്പോൾ പവി ക്യാരക്ടറിന് റൂംമേറ്റ് വരുന്നത് ഇഷ്ടപ്പെട്ടില്ല. വളരെ ദേഷ്യപ്പെട്ട് ബ്രഷ് എടുത്ത് ക്ലോസറ്റ് കഴുകുന്നു, സോപ്പ് എടുത്ത് അണ്ടർവെയർ കഴുകുന്നു. മിസ്റ്റർ ബീനേലും വലിയ സൈക്കിൾ കുളിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്കും മാത്രമുള്ളതാണ്. എന്റെ മുറിയിൽ ഒരു കാരണവശാലും കീഴ്ശ്വാസം വിടരുത്. ഇതൊന്നും പോരാത്തതിന് പട്ടിയെ വരെ ഹെൽപ്പിന് വിളിച്ചിരിക്കുന്നു. പിന്നീട് റൂമിൽ നിന്നൊരു മുടി കിട്ടിയെന്ന് ഹൗസ് ഓണറെ കാണിച്ച് ബഹളം ഉണ്ടാക്കും. അപ്പോൾ ഹൗസ് ഓണർ പറയും, ഇവിടെ താമസിക്കുന്നത് ഒരു പെൺകുട്ടിയാണ്. പിന്നീട് പവി ക്യാരക്ടറിന് ഒരു കുറ്റബോധം വരും. ഇതുകൊണ്ട് തന്നെ റൂമിൽ ഫുഡ് ഉണ്ടാക്കി വെക്കുന്നു, കത്ത് എഴുതി വെക്കുന്നു. മൊത്തത്തിൽ റൊമാൻറ്റിക് ആവും. എന്തുകൊണ്ടാണ് റൂമിൽ കത്തെല്ലാം എഴുതി വെക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു റൂമിൽ രണ്ടുപേരും ഒരുമിച്ച് വരാറുണ്ട്. രണ്ടുപേരുടെയും ഡ്യൂട്ടി ടൈമിംഗ് ഡിഫറെന്റ് ആണ്. ഇതുകൊണ്ട് തന്നെ പരസ്പരം കണ്ടിട്ടില്ല. നമ്മുടെ ബോഡി ഗാർഡ് സിനിമ പോലും. വീട്ടിലാരാണെന്ന് അറിയാം. ഒരു ദിവസം മതില് ചാടാൻ വന്നിരിക്കുന്നു. സാർ ഒന്നുമില്ല സാർ, ഞാനിവിടെ താമസിക്കുന്നത്. ടോയ്ലറ്റിൽ പോകാൻ വന്നതാ പറഞ്ഞത്. പോണോ? വേണ്ട, എന്തു പറ്റി? അമ്മൂട് പോയി. മറ്റൊരു ദിവസം ഒരു പയ്യനെ വിളിച്ചിരുത്തി ഡ്രോൺ വെച്ച് നോക്കുന്നു. ഇതെന്താ ഡ്രൈവിംഗ് സ്കൂൾ? ഞാൻ എച്ചെടുത്ത് വരണം. എന്റെ വീടിന്റെ മേലെ കൂടെ അനുവാദമില്ലാതെ എന്തു പറഞ്ഞാലും ഞാൻ അടിച്ച് താഴെയിടും. ഏറാപ്ലേ പറഞ്ഞാലോ? അടിച്ചോ? ഇതൊന്നും നടക്കാതെ ആയപ്പോ ഒരു ദിവസം പവി ആരും കാണാതെ നേരിട്ട് വന്നു. പഠിച്ച പണി 18 നോക്കിയിട്ട് ഇത് ആരാണെന്ന് പവിക്ക് കണ്ടുപിടിക്കാനേ പറ്റുന്നില്ല. തടി ഒരു പാകത്തിനേ ഉള്ളൂ. വൃത്തികേട് കാണിക്കരുത്. കാക്ക അതോ? അത് താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല. സംസ്കാരം. അങ്ങനെ ഒരു ദിവസം പവി അവിടെ ജാനകി എന്നൊരു ലേഡിയും താൻ ജാനകി അല്ലേ, ഇത് നേരത്തെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു എന്നൊരു കത്തെഴുതി വെക്കും. എന്നെ കണ്ടുപിടിച്ചല്ലോടാ എന്ന് പറഞ്ഞ റൂംമേറ്റ് പിറ്റേ ദിവസം തന്നെ പെട്ടിയെടുത്ത് പോയി. പിന്നീട് പവി അറിയുന്നു ജാനകിയുടെ കല്യാണമാണ്. പിന്നെ കാണിക്കുന്ന സീൻ വണ്ടിയെടുത്ത് കല്യാണം മുടക്കാൻ പോകുന്നു. അത് ജാനകി തന്നെയാണോ എന്ന് പവിക്ക് 100% ഉറപ്പില്ല. പറഞ്ഞു വരുന്നേ? താനാണെന്ന് അറിഞ്ഞിട്ടല്ലോ, തന്റെ പണവും സൗന്ദര്യവും കണ്ടിട്ടുമല്ല.
ആരാണെന്നോ എന്താണെന്നോ അറിയാത്തല്ലേ ഞാൻ സ്നേഹിച്ചത്. പെണ്ണിന്റെ വീട്ടുകാരുടെ ഇടി കിട്ടുമ്പോൾ മനസ്സിലാവും അത് ജാനകിയെ അല്ല. പിന്നീട് പവിയുടെ പട്ടി യഥാർത്ഥ ആളെ കാണിച്ചു കൊടുക്കും. അങ്ങനെ പടം കഴിയും. അടുത്തത് 20ാം നൂറ്റാണ്ട് സിനിമയാണ്. ഈ ഒരു സിനിമയ്ക്ക് യഥാർത്ഥത്തിൽ എന്തോ ഒരു തകരാറും. പ്രണവ് മോഹൻലാലിന്റെ കാര്യം നോക്കിയാൽ അഭിനയിക്കാൻ കഴിവുള്ള ഒരു നല്ല നടൻ തന്നെ. ചെറുപ്പത്തിലെ സ്റ്റേറ്റ് അവാർഡ് വരെ വാങ്ങിക്കും. ചില പ്രത്യേക ക്യാരക്ടേഴ്സ് പ്രണവിന് നന്നായി മാറ്റാവും. ഈ ഒരു സിനിമയുടെ കാര്യം നോക്കിയാൽ മുഴുവൻ ക്യാരക്ടേഴ്സിന്റെ ഡയലോഗ് ഡെലിവറി തന്നെ എന്തോ ഒരു തകരാറും. ഇതിന്റെ സ്റ്റോറിയിലേക്ക് നമ്മൾ അത്ര ഡീപ്പായിട്ട് പോകുന്നില്ല. ഇത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാവും. ആദ്യം തന്നെ സിനിമയിലെ വില്ലനെ കാണിക്കും. കട്ട് ചെയ്യാനുള്ള കത്തി എവിടെ? കേക്ക് കട്ട് ചെയ്യാനുള്ള കത്തി എവിടെ? പിന്നീട് നായകന്റെ ഡാഡിയുടെ ഉണ്ടോ? മോനെ അബൂസി, നേരെ ചൊവ്വേ മുള്ളാൻ അറിയാതിരുന്ന എന്റെ കയ്യിലേക്ക് ആദ്യം കത്തി പിടിപ്പിച്ചെന്ന് ഞാൻ. നായകന്റെ ഡാഡിയെ വില്ലൻ കെട്ടിയിട്ടു. പൈസ മേടിച്ചിട്ട് കൊടുത്തില്ല. ഇതുകൊണ്ടാണ് കെട്ടിയിട്ടത്. പിന്നീട് ഡാഡി ബിൽഡപ്പ് കൊടുത്ത് മകനെ കൊണ്ടുവരും. മാസ് ഡയലോഗ് പറയുന്നു. മരുന്നിനെങ്കിലും ഒരു വിത്ത് ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് വേണ്ട. തല്ലാൻ വേണ്ടി അല്ല ഞാൻ ഇവിടെ വന്നത്. എന്നെ കൊണ്ട് തല്ലിപ്പിക്കരുത്. വിൻസെന്റ് ഗോമസോ. പിന്നീട് നായിക വരുന്നു. ഇതൊക്കെ കാണണോ? നമ്മളെ മലയാളികൾ വല്ലതും കണ്ടിട്ടാണോ പറയുന്നത്? എവിടെയാ താമസിക്കുന്നത്? എന്റെ ഫോണ്. ഫോണിലാണോ താമസിക്കുന്നത്? ഇതെന്താ അക്കരപ്പള്ളിയിലെ പെരുന്നാളോ? അല്ല, എന്റെ അപ്പന്റെ കല്യാണം. അതിന്നായിരുന്നോ? സോറി, ഞാൻ അറിഞ്ഞില്ല. കുറച്ചുകൂടി ഫെനി കിട്ടും. പോയെ ഇപ്പൊ തന്നെ കാര്യം നേരത്തെ ഉറക്കുന്നില്ല. ചുമ്മാതല്ല, ഫെമിനിസ്റ്റുകൾ ഉണ്ടാവണേ. അയ്യോ കരടി. കരടിയോ? ഞാനോ? ഹലോ, എന്നെ ഉദ്ദേശിച്ചാണെങ്കിൽ എന്നെ നോക്കാൻ എനിക്കറിയാം. ഒരു ദിവസം നായിക പാരാഗ്ലൈഡിങ് ചെയ്യുമ്പോൾ ഒരു വില്ലൻ എയറിൽ വെച്ച് ഉപദ്രവിക്കാൻ നോക്കുന്നു. നായിക വെള്ളത്തിലോട്ട് ചാടി. വില്ലൻ കരയിൽ കയറിയപ്പോൾ നായിക മോന്ത നോക്കിയടിച്ചു. പെട്ടെന്ന് തന്നെ വില്ലൻ തിരിച്ചടിച്ചു. പിന്നീട് നായക വന്ന് മോന്ത നോക്കിയടിച്ചു. ഒരടി ആവശ്യം. ചെയ്യുന്ന തൊഴിലോട് കുറച്ച് ആത്മാർത്ഥത കാണിക്കണം. സ്വന്തമായിട്ട് നോക്കാൻ അറിയുന്ന ആളല്ലേ, പിന്നെന്തേ? സോറി. ഒരു ദിവസം നായിക പറഞ്ഞു സെയിന്റ് ഫ്രാൻസിസ് സേവിയറിന്റെ ബോഡി കാണണം. ജായ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതേ ആഗ്രഹം പുണ്യാളിനും ഉണ്ടോ? പാതിരാത്രി പന്തവും കൊളുത്തി പ്രകടനത്തിന് പോകുന്നു. പിന്നെ പട്ടാപ്പകലാണോ പന്തം കൊളുത്തി പോണേ? ഇതിന്റെ ഹിസ്റ്ററി അറിയോ? സെയിന്റ് ഫ്രാൻസിസ് സേവിയർ. എടാ, ഇതൊക്കെ അറിയാൻ മനുഷ്യനായാ മതി, നസ്രാണി ആവണമെന്നില്ല. പിന്നീട് ചില കോമഡി സീനുകൾ. ആരാടാ ഇത്? അമ്മായിയുടെ മോളാ. എന്താ കോഫി കുടിക്കാൻ വന്നാ? അല്ല, പെട്രോൾ അടിക്കാൻ വന്ന. കസീനോ പോവാ. ഡാൻസ് ഒക്കെ ഉണ്ടാക്കിയ ആൾക്കാരെ സമ്മതിക്കണല്ലേ? അവന്റെ മൂക്കിട്ടും കൂടി ഒരെണ്ണം കൊടുക്കണായിരുന്നല്ലേ? അല്ലെങ്കിൽ വേണ്ടല്ലേ? അത് മോശമല്ലേ? പിന്നീട് റൊമാൻറ്റിക് ഡയലോഗ്. ഞാനിങ്ങനെ ആ പ്രതിമകളെ നോക്കുമായിരുന്നു. ഇവിടെയുള്ള എല്ലാവർക്കും അറിയുന്ന കഥ അവരുടേത്. പ്രണയം ഇത്രയ്ക്കും ശക്തമാണോ അപ്പു? അതെ, സത്യമുള്ള പ്രണയമാണെങ്കിൽ അത് കണ്ണുകളിൽ കാണാൻ കഴിയും. ഒരു ദിവസം നായികയെ കാണാതെ. ബാബാ, ചായ പോയി. ആരോടും ഒരു വാക്ക് പോലും പറയാതെ. അങ്ങനെ അന്വേഷിച്ചു പോയപ്പോൾ മനസ്സിലായി നായിക ഒരു നണ്ണാണെന്ന്. സ്വന്തം ഇഷ്ടത്തിന് നണ്ണായതല്ല, സാഹചര്യം കൊണ്ടായിപ്പോയതാണ്. പിന്നീട് നായികയെ പൊക്കാൻ പോകും. ഈ നാട്ടിൽ എത്ര ആണുങ്ങളുണ്ട്, എന്നിട്ടും അവള് കോയിലുള്ള എന്റെ അടുത്തല്ലേ വന്നേ? ചുളു വിലക്ക് 2 മലങ്കാളികളെ കിട്ടിയിട്ടില്ല. പൂർണ്ണമായിട്ടും ബംഗാളികൾ എന്ന് പറയാൻ പറ്റൂല. നമ്മളിൽ നന്നായിട്ട് ഒരു മലയാളം സംസാരിക്കാൻ നന്നായിട്ട് പണിയെടുക്കാൻ ചെയ്യും. അതുകൊണ്ട് പറഞ്ഞാൽ ഇതെന്റെ പുത്തൻ റേ ബാൻ ഗ്ലാസ്. എന്താ? അങ്ങനെ നായികയെ പൊക്കി. ആന്റണി പെരുമ്പാവൂർ വരുന്നു. ഒരു ചേസിംഗ് സീൻ. അങ്ങനെ ഗോകുൽ സുരേഷിന്റെ ക്യാരക്ടർ ഇവരെ രക്ഷിക്കുന്നു. അങ്ങനെ പടം കഴിഞ്ഞു. ഡയലോഗ് മതിയാക്കി വിളിച്ചിട്ട് പോടാ. ഇവനാര്? മുള്ളംകുലി വേലായതിന്റെ മോനോ? സത്യക്രിസ്ത്യാനികൾ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവരല്ലേ? ഒഞ്ഞു പോയേരാ. മരണാനന്തര ജീവിതം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് ഇറങ്ങി വന്ന് ഇവിടെ ഉള്ളവന്റെ ചെപ്പ കുട്ടി അടിച്ചു പൊളിച്ചേനെ. വിപ്ലവ തെരേസൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് ആയത്. ഈ ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ക്രിസ്തു അല്ലേ സാറേ? അപ്പൊ പിന്നെ മദർ തെരേസ കമ്മ്യൂണിസ്റ്റ് ആവില്ല? ജാതി മതമൊക്കെ മനുഷ്യനുണ്ടാക്കിയതാ. ദൈവത്തിന് അതിൽ യാതൊരു പങ്കുമില്ല. ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഓർത്തോണ്ടേയിരിക്കണം. അങ്ങനെ ഓർത്തോർത്ത് ഒടുവിൽ അത് ഓർക്കുന്നത് ഒരു വിഷയമേ അല്ലാതെ അതല്ലേ അതിന്റെ ഒരു ഇത്. അടുത്തത് നിലവിൽ പുറത്തിറങ്ങിയ ആലപ്പുഴ ജിംഖാന എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിലെ ചില സീനുകൾ നിലവിൽ ഇപ്പോൾ എയറിലാണ്. നീയാണോ ക്രിസ്റ്റോഫർ? ഞാനാണ്. എന്നിട്ടെന്താ ഉണ്ടായിരുന്നത്? അതിനെല്ലാം വിളിക്കണ്ടേ? ഞാൻ വന്ന് വിളിക്കണോ നിന്നെ? വേണ്ട, ഞാൻ എന്നെ തന്നെ അവിടുന്ന് വന്ന് വിളിക്കാം. മോണോആക്ട് ആണല്ലോ ഇവിടെ നടക്കുന്നത്. ഗ്ലിച്ചാണെന്നൊക്കെയാണ് പറയണത്. അങ്ങനെ കോൺസ്പിറസി തിയറീസ് ഉണ്ട്. കാര്യം അറിയാത്തവന്മാര് എപ്പോഴും പറയുന്ന കോൺസ്പിറസി തിയറി. ഒന്ന് പോടെ ഇറക്കാം. എന്താണ്? പിന്നെ വെയിറ്റ് നോക്കുമ്പോ തൂക്കം വേണ്ടേ? ഇയാളെ അവിടുത്തെ ക്യാപ്റ്റനാ. നമ്മാണ്ട പോലെ സാധനമല്ലല്ലോ, ഭയങ്കര വലുപ്പാണല്ലോ. കുറച്ച് വലുതാണെങ്കിലല്ലടാ എന്റെ ഇടി കൊള്ളുന്നവർക്ക് അതിന്റെ അകത്ത് ഓടാൻ പറ്റും. അമ്മച്ചി, അമ്മച്ചൻ എന്താ അമ്മച്ചി എന്നോട് മിണ്ടാത്ത? അമ്മച്ചില്ലടോ, ഡോക്ടറാണ്. അങ്ങേരെന്താ എന്നെ ഇതുവരെ കേൾക്കാൻ പോലും ശ്രമിക്കാത്ത? അപ്പച്ച, നിങ്ങൾക്ക് എന്താ എന്നോട് ഇത്ര വിരോധം? എന്നെ നിങ്ങൾ ഉപ്പ് കൊടുത്ത് വാങ്ങിച്ചാണെങ്കിൽ അത് പറ. ശരിക്കും ഈ ഒരു സിനിമ ഒരു ആവറേജ് ആയിരുന്നു. വെറുതെ ഓവർ ഹൈപ്പ് കൊടുത്തു. പക്ഷെ ഇതുകൊണ്ട് തിയേറ്ററിൽ നല്ല കളക്ഷൻ കിട്ടി. OTT എയറിലായി.